ഗുരുപദദ്വന്ദ്വം അവാങ്മനസ്സഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹത്. ഓം സത്. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാത് സുനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. സ്വന്തം ധർമ്മം അത് കാഴ്ചയ്ക്കോ പ്രകൃതത്തിലോ ഒക്കെ ഒരല്പം തിളക്കക്കുറവുള്ളതായി തോന്നിയാൽ പോലും അതാണ് ശ്രേയസ്കരം. വളരെ വെട്ടിത്തിളങ്ങുന്നതാണ് പരധർമ്മമെങ്കിൽ പോലും അത് ഭയാവഹമാണ്, അത് സ്വീകരിക്കരുത്. ഇതാണ് അർജുനന് ഭഗവാൻ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഉപദേശം. യുദ്ധം ചെയ്ത് ധർമ്മത്തെ പുലർത്തുകയാണ് നിന്റെ ധർമ്മം, നിനക്ക് ചെയ്യാനുള്ളത് അതാണ്. അതിനു പകരം ഭീരുവിനെ പോലെ, ആണും പെണ്ണും കെട്ടവനെ പോലെ ക്ലീബതയെ ആർജിക്കുന്നത് അങ്ങേയറ്റം ഭയാവഹവും അനാര്യവുമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്ലൈബ്യം ആസ്മകമപ്പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തേക്ത ഉത്തിഷ്ഠ പരന്തപ എന്നാണ് പറയുന്നത്. ധർമ്മ ആചരണത്തിനു വേണ്ടി ഈ ക്ലീബതയെ വെടിഞ്ഞ് എഴുന്നേൽക്കുക, വില്ലെടുക്കുക, യുദ്ധം ചെയ്യുക, ഇതാണ് നിനക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന്. ഗീത ആദ്യന്തം പഠിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, എൻ്റെ ധർമ്മമെന്ത്, മമ ധർമ്മമെന്ത് എന്ന് ഗീത പഠിപ്പിച്ചു തരുന്നു. ഹിന്ദുധർമ്മ പരിഷത്തും ഈ പ്രദേശത്ത് കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി ചെയ്തു പോരുന്നത്, ആധുനിക കാലത്തെ കേരളത്തിൻ്റെ വിവേകാനന്ദനെന്നോ ഒക്കെ അറിയപ്പെടുന്ന, ഹിന്ദുക്കളിൽ പൗരുഷത്തെ ഉണർത്തുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച ആരാധ്യനായ ആചാര്യൻ സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളാൽ വിളക്കുകൊളുത്തി തുടങ്ങിയ ഈ മഹത്തായ സംരംഭം, അതിൽ നിരന്തരം സംബന്ധിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധർമ്മത്തിൻ്റെ ലക്ഷണവും ധർമ്മരക്ഷണത്തിൻ്റെ ആവശ്യം ഒക്കെ കൃത്യമായി അറിയാവുന്നവരാ. സാറ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വളരെ ദീർഘകാലത്തെ, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടാകാത്ത തരത്തിലുള്ള സുദീർഘമായൊരു പോരാട്ടം, ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന, അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുന്ന ശുഭമുഹൂർത്തത്തിൽ ജീവിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു മഹാഭാഗ്യമാണത്. നമ്മുടെ പുണ്യം കൊണ്ടാണോ, നമ്മുടെ പൂർവികന്മാർ ചെയ്ത പുണ്യം കൊണ്ടാണോ, കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പുണ്യം കൊണ്ടാണോ ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞത് എന്നറിയുന്നില്ല. ഏതായാലും ഈശ്വരനോട്, ഈ മഹത്തായ രാഷ്ട്രത്തോട്, രാഷ്ട്രത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തോട്, ആ പാരമ്പര്യത്തിൻ്റെ രക്ഷണത്തിനായി സ്വജീവിതം ആഹുതി ചെയ്ത മഹാത്മാക്കളോട് നമ്മൾ ഓരോരുത്തരും നന്ദി പറയണം. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നത്. വേഡ്സ്വർത്തിൻ്റെ പ്രസിദ്ധമായൊരു കവിതയുണ്ട്, ദ പ്രില്യൂഡ് എന്ന് പറയുന്ന കവിത. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ജീവിച്ചിരുന്നു എന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പ്രില്യൂഡിൽ 2 വരി കുറിക്കുന്നുണ്ട്. ബ്ലിസ് വാസ് ഇറ്റ് ഇൻ ദാറ്റ് ഡോൺ ടു ബി അലൈവ്. എത്രയോ വലിയ ആനന്ദമാണ്, എത്രയോ വലിയ അനുഗ്രഹമാണ് ഈ കാലഘട്ടത്തിൽ, ഈ കാലം ഉണരുന്ന നിമിഷത്തിൽ, ഈ പ്രഭാതത്തിൽ, അതായത് ലോകത്തിൻ്റെ മുമ്പാകെ മഹത്തായ സന്ദേശങ്ങളെ നൽകിയ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുന്നത് എത്ര വലിയ ആനന്ദമാണ്. ബട്ട് ടു ബി യങ് വാസ് വെരി ഹെവൻ. ഈ കാലഘട്ടത്തിൽ യുവാവായിരിക്കുക എന്നത് അത് അങ്ങേയറ്റം സ്വർഗീയമാണ്. അത് അത്തരം ആനന്ദകരമായൊരവസ്ഥയാണ്. ഞാൻ ഈ പ്രില്യൂഡ് ഇവിടെ ബോധപൂർവം തന്നെ ആമുഖമായി പറയുകയാണ്. ഈ കാലഘട്ടം അല്ലെങ്കിൽ 22-ാം തീയതി ഒരു 12 ദിവസം കൂടി കഴിഞ്ഞാൽ
അയോധ്യയിൽ നടക്കാൻ പോകുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഗോപുരവാതിൽ തുറക്കുകയാണ്. എങ്ങോട്ടേക്കുള്ള ഗോപുരവാതിൽ? ഭാരതം അതിൻ്റെ വിശ്വഗുരു പദത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഗോപുരം തുറക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്നവർക്ക് ഈ ആനന്ദം ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാത്തവർക്ക് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കാം. ഇന്നൊരു മഹത്തായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വരില്ല എന്ന്. എങ്ങോട്ട്? അയോധ്യയിൽ 22-ാം തീയതി വരില്ല എന്ന്. സത്യത്തിൽ അവർക്ക്, ആ പ്രസ്ഥാനത്തിന് ഇന്നും മനസ്സിൽ ഖിലാഫത്തിൻ്റെ മനസ്സ് സൂക്ഷിക്കുന്ന, വിചാരം സൂക്ഷിക്കുന്ന ആ പ്രസ്ഥാനത്തിന്, സ്വാതന്ത്ര്യലബ്ധിക്ക് കാരണക്കാരായവർ എന്ന് അഭിമാനിക്കുന്ന ആ പ്രസ്ഥാനത്തിന് സത്യത്തിൽ സമസ്താപരാധം പറഞ്ഞു മാപ്പിരക്കാൻ കിട്ടുന്ന ഒരു അവസരമായിരുന്നു 22-ന്. അയോധ്യയിലെ രാമൻ്റെ ആ തൃപ്പാദത്തിൽ പോയി നിന്ന് മാപ്പ് പറയണമായിരുന്നു. കാരണം 1947 മുതൽ ഈ 2022 വരെ ഈ കാര്യത്തെ തടഞ്ഞു വെച്ചവരാണവർ. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണക്കാരായവരാണ്. എന്തിന്? രാമൻ്റെ ജന്മസ്ഥാനത്തൊരു മന്ദിരം ഉണരാൻ, ഒരു ക്ഷേത്രം ഉണരാൻ വേണ്ടി ആഗ്രഹിച്ച് പടപൊരുതിയ ആളുകളെ വഞ്ചിച്ചവരാണ്. എത്രയെത്ര അവസരങ്ങളാണ് അവരുടെ മുന്നിൽ, ആ പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ കടന്നു വന്നത്. എത്രയെത്ര. നമ്മുടെ ദേശീയ ജീവിതത്തിലെ, സാംസ്കാരിക ജീവിതത്തിലെ സുപ്രധാനമായൊരു നിമിഷമാണിതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചരിത്രം മറക്കാൻ പാടില്ല. ഹിന്ദുക്കളുടെ ഒരു ദോഷം സാധാരണ പരമേശ്വർജിയൊക്കെ എപ്പോഴും ആവർത്തിക്കാറുണ്ടായിരുന്നു, അവർ ചരിത്രത്തിൽ നിന്നും പഠിക്കുന്നില്ല എന്നതാണ് ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു ചരിത്രപാഠം എന്ന് പരമേശ്വർജി എപ്പോഴും ആവർത്തിക്കാറുണ്ട്. ചരിത്രത്തെക്കുറിച്ചുള്ളൊരു വളരെ പഴക്കമുള്ളൊരു ചൊല്ലാണ് പരമേശ്വർജി എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ചരിത്രത്തിൽ നിന്നും പഠിക്കുന്നില്ല എന്നാണ്. അതിലേറ്റവും വലിയൊരു ഉദാഹരണമാണ്, വേദനാജനകമായ ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞ ആ പ്രസ്ഥാനം 947 അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു ഭാരതത്തിൻ്റെ ആത്മഹത്യയെ ഉണർത്താൻ കിട്ടുന്ന അവസരത്തെ ഉപയോഗിക്കുക എന്ന്. ഏതൊരു രാഷ്ട്രവും, ഏതൊരു സമൂഹത്തിൻ്റെയും ചരിത്രം പരിശോധിച്ച് നോക്കൂ. ആ സമൂഹത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനം എന്ന് പറഞ്ഞാൽ അത് കേവലം രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല, സാംസ്കാരികവും ധാർമ്മികവും ആയിട്ടുള്ള മോചനം കൂടിയാണ്. അങ്ങനെ ആയിരിക്കണം. 1960 മഹാനായ ചരിത്രകാരൻ, ചരിത്രത്തിൻ്റെ കഥാകാരൻ എന്നൊക്കെ പറയുന്ന അർണോൾഡ് ടോയൻബി ഡൽഹിയിൽ വന്നിരുന്നു ആസാദ് മെമ്മോറിയൽ പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട്. മൗലാന അബുൽ കലാം ആസാദിൻ്റെ പേരിൽ വളരെ പ്രസിദ്ധമായ ഒരു വ്യാഖ്യാനമാല, ഒരു പ്രസംഗ പരമ്പര നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തിയിരുന്നു. അതിൽ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വസ്തുതയാണ്, അദ്ദേഹം ഒരു ഉദാഹരണം പറയുകയാണ്. അതായത് 19-ാം നൂറ്റാണ്ടിൽ റഷ്യ പോളണ്ടിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. വലിയൊരു വിഭാഗം, വാർസയൊക്കെ അവരുടെ തലസ്ഥാന നഗരിയൊക്കെ കീഴ്പ്പെടുത്തിയതിന് ശേഷം അവർ ചെയ്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, റഷ്യൻ ചർച്ച്, രണ്ടു കൂട്ടരും ക്രൈസ്തവ വിശ്വാസികളാണ്, രണ്ടു കൂട്ടരും ക്രിസ്തുവിനെ ആരാധിക്കുന്നവരാണ്, ബൈബിളിനെ നെഞ്ചിൽ വെച്ച് ആരാധിക്കുന്നവരാണ്. പക്ഷെ റഷ്യ നടത്തിയ ആ ആക്രമണത്തിൻ്റെ ഫലം എന്താണ് എന്ന് ഇനിയുള്ള കാലം അത്രയും പോളിഷ് ജനത കണ്ടുകൊണ്ടിരിക്കണം. ആരാണ് ജയിച്ചത് എന്ന് കാണണം. അതുകൊണ്ട് പോളണ്ടിൻ്റെ റോമൻ കാത്തലിക് ചർച്ച് തകർത്ത്, വാർസയിലെ ചർച്ച് തകർത്തിട്ട് ആ സ്ഥാനത്ത് റഷ്യൻ ഓർത്തഡോക്സ് പള്ളി പണി കഴിപ്പിച്ചു വരും. രണ്ടിടത്തും ക്രിസ്തുവാണ്, പക്ഷേ അതിനെ തകർത്തിട്ട് പണിതുയർത്തി. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? അതിനെക്കുറിച്ച് ടോയിൻബി പറയുന്നത് ഒരു ഓക്യുലർ ഡെമോൺസ്ട്രേഷൻ, ഓക്യുലർ എക്സിബിഷൻ ഓഫ് ദെയർ ഡോമിനൻസ്, അവരുടെ മേധാവിത്വത്തിൻ്റെ ഒരു എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു പ്രദർശനം എന്ന നിലയിലാണ് അവർ പോളിഷ് ജനതയുടെ, പോളണ്ടുകാരുടെ നെഞ്ചത്ത് റഷ്യൻ പള്ളി പണി കഴിപ്പിച്ചത്. ടോയിൻബി അവിടെ നിർത്തുന്നില്ല, 1-ാം ലോക മഹായുദ്ധത്തിലേക്ക് വരികയാണ്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം സംഭവിച്ചത് എന്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പോളണ്ട് അവരുടെ സ്വാതന്ത്ര്യം വീണ്ടെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം അവർ നടത്തി. എങ്ങനെയാണ്? റഷ്യ പണി കഴിപ്പിച്ച അവർക്കും ആരാധ്യനായ ക്രിസ്തുവിൻ്റെ പള്ളി വലിച്ച് താഴത്തിട്ടിട്ട് ആ സ്ഥാനത്ത് റോമൻ കാത്തോലിക് പള്ളി അവർ പണി കഴിപ്പിച്ചു. ടോയിൻബി പറയുകയാണ്,
എനിക്ക് അവരോട് ഒരു വിധത്തിലും വിരോധിക്കാൻ കഴിയില്ല, ഒരു വിധത്തിലും. കാരണം ഏതൊരു സമൂഹവും ഇച്ഛിക്കുന്നതാണ്, ആഗ്രഹിക്കുന്നതാണ് തങ്ങളുടെ മേലെ അടിമത്തത്തിൻ്റെ മിനാരങ്ങൾ പണികഴിപ്പിച്ചാൽ ആ മിനാരങ്ങളെ തകർത്തുകൊണ്ട് തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം നടത്തുക എന്നത്. അതേ അവർ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. അടുത്ത പാരഗ്രാഫാണ് ഏറ്റവും രസകരം. അദ്ദേഹം പറയുകയാണ്, ഒരു തരത്തിൽ ഒരു സർക്കാസ്റ്റിക് എന്ന് പറയാവുന്ന രസകരമായൊരു കമൻറ്റ് നടത്തിയാണ് നമ്മളെ നോക്കി, ഭാരതീയരെ നോക്കി. എന്നാലും പോളണ്ടുകാർ നിങ്ങളുടെ അത്ര സഹനശക്തി ഉള്ളവരല്ല. അതായത് ഔറംഗസേബ് പണി കഴിപ്പിച്ച പള്ളികൾ, അമ്പലങ്ങൾ തകർത്ത സ്ഥാനത്ത് പണി കഴിപ്പിച്ച പള്ളികളെ ഇപ്പോഴും സഹിക്കുന്ന നിങ്ങളെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്തു പറഞ്ഞാണ് ഞാൻ വിശദീകരിക്കേണ്ടത്? നിങ്ങളെക്കുറിച്ച് പറയേണ്ടത് ഏത് ഭാഷ ഉപയോഗിച്ചാണെന്ന് എനിക്കറിയില്ല എന്നാണ് ടോയിൻബി പറഞ്ഞത്. ഞാൻ സൂചിപ്പിക്കും, ഏത് സമൂഹത്തിൻ്റെയും ആഗ്രഹമാണത്, ഏത് സമൂഹത്തിൻ്റെയും. സ്വന്തം സംസ്കാരത്തിൽ അഭിമാനിക്കുന്ന സമൂഹത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ, ദേശീയ ജീവിത ചരിത്രത്തിലെ സുപ്രധാന നിമിഷമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു സ്വാതന്ത്ര്യ ദിനം കൂടിയാണ്. 22-ാം തീയതി നാം പ്രഖ്യാപിക്കാൻ പോകുന്നത് ഭാരതത്തിൻ്റെ സ്വാഭിമാന പ്രഖ്യാപനത്തിൻ്റെ ദിനമാണ്. ഈ നിലയിൽ അതിനെ കാണണം. നാം നടത്തിയ സ്വാതന്ത്ര്യ സമരം എന്തിനായിരുന്നു? സത്യത്തിൽ വെളുത്തവൻ്റെ സ്ഥാനത്ത് ഡൽഹിയിൽ ഒരല്പം ഇരുണ്ട നിറമുള്ള കുറേ എണ്ണത്തിനെ വിളിച്ചിരുത്താൻ വേണ്ടിയിട്ടാണോ നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തിയത്? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉദ്ദേശം സ്വത്വത്തിൻ്റെ സ്ഥാപനം കൂടിയാണ്. എന്നാലേ സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമാവുള്ളൂ. സ്വാതന്ത്ര്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സ്വത്വത്തിനനുസൃതമായ, സ്വത്വം എന്ന് പറയുമ്പോൾ സെൽഫ്ഹുഡ്, ഐഡൻറ്റിറ്റി, നമ്മുടെ തനിമയ്ക്കനുസൃതമായ തന്ത്രം എല്ലാ മേഖലകളിലും ആവിഷ്കരിക്കാൻ കഴിയുമ്പോഴാണ് ഒരു നാട് സ്വതന്ത്രമായി എന്ന് പറയാൻ കഴിയുക. മഹർഷി അരവിന്ദൻ്റെ പ്രസിദ്ധമായൊരു പ്രഭാഷണമുണ്ട്, ദ വേക്കനിങ് ഇന്ത്യൻ സോൾസ് എന്ന് പറയുന്ന, ഭാരതീയ ആത്മാക്കളെ ഉണർത്താൻ എന്ന് പറയുന്ന ഒരു പ്രസംഗം. അതിൽ സ്വാതന്ത്ര്യ സമരത്തെ നിർവചിക്കുകയാണ് ആ മഹാനായ ദാർശനികൻ, സ്വാതന്ത്ര്യ സമരത്തെ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അവർ ടാസ്ക് ഈസ് നോട്ട് മെക്കാനിക്കൽ ഓർ ആർട്ടിഫിഷ്യൽ. കൃത്രിമമോ യാന്ത്രികമോ ആയ ഒന്നല്ല നമ്മുടെ ദൗത്യം, നമ്മൾ ചെയ്യേണ്ടത് അതല്ല എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരം. പിന്നെ എന്താണത്? അദ്ദേഹം അതിന് ശേഷം വർണ്ണിക്കുകയാണ്, ഇത് കേവലം രാഷ്ട്രീയമായൊരു സമരമല്ല. യെസ്, രാഷ്ട്രീയം ഉണ്ട് അതിനകത്ത്, പക്ഷേ അതിനോടൊപ്പം സാംസ്കാരികമാണ്, സ്പിരിച്വലാണ്, ആധ്യാത്മികമാണ്, നൈതികമാണ്, മോറലാണ്, എഡ്യൂക്കേഷനിലാണ്, കൾച്ചറിലാണ്, അഗ്രികൾച്ചറിൻ്റെ മേഖലയിലാണ്, ഇൻഡസ്ട്രിയിലാണ്. എല്ലാ മേഖലയിലും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തനിമയെ ആവിഷ്കരിക്കാൻ കഴിയണം. എന്താണ് ആ തനിമ? മഹർഷി അരവിന്ദൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടാത്തത് കൊണ്ട് അദ്ദേഹം പൊളിറ്റിക്കലി കറക്റ്റ് ആകാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് പച്ചയായ യാഥാർത്ഥ്യം അദ്ദേഹം അല്പം പോലും മയപ്പെടുത്താതെ പറഞ്ഞു, ഈ നാടിൻ്റെ തനിമ അത് സനാതനധർമ്മമാണ്. ഈ സനാതനധർമ്മം അത് വിദ്യാഭ്യാസ മേഖലയിൽ, നമ്മുടെ വ്യവസായത്തിൻ്റെ മേഖലയിൽ. എങ്ങനെയാണാവോ സനാതനധർമ്മം വ്യവസായത്തിൽ വരിക? അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ. ശാസ്ത്രത്തിൽ വരണം സനാതനധർമ്മം. നമ്മുടെ എല്ലാ മേഖലകളിലേക്കും അത് ആവിഷ്കൃതമാകണം. കലയിൽ, തിയേറ്ററിൽ, ഡ്രാമയിൽ, സിനിമയിൽ, എല്ലാ മേഖലയിലും. എന്തിനാണ് ദാദാസാഹേബ് ഫാൽക്കെ സിനിമ ആരംഭിച്ചത്? ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന ആദ്യ സിനിമ ഉണ്ടാക്കാനുള്ള പ്രേരണ എഴുതി വച്ചിട്ടുണ്ട് ദാദാസാഹേബ് ഫാൽക്കെ. പറയുന്നുണ്ട് അതിൽ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട്, ഭാര്യയും മക്കളും ഒക്കെ ആയിട്ടൊരു സിനിമ കാണാൻ പോയി. അതിൻ്റെ തലേ ദിവസം മറ്റൊരു സിനിമ മകൻ ബാലകൃഷ്ണ ഫാൽക്കെയെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി കണ്ടിരുന്നു. അത് ബ്യൂട്ടിഫുൾ അനിമൽ എന്ന് പറയുന്ന ഒരു സിനിമയാണ്, മനോഹരമായ മൃഗങ്ങളുടെ കഥ. അത് കണ്ട് കാരണം ഭാരതത്തിൽ ഇല്ല സിനിമ ആ സമയത്ത്. ഇത് കണ്ട് അത്ഭുതപ്പെട്ട് മടങ്ങി വന്ന അദ്ദേഹത്തിൻ്റെ ബാലചന്ദ്ര ഫാൽക്കെ മകൻ അമ്മയോട് പറഞ്ഞു ഇതിനെക്കുറിച്ചൊക്കെ. അപ്പം അമ്മയും മറ്റാൾക്കാരും ഒക്കെ സിനിമ കാണാൻ പോകാൻ തയ്യാറായി. അങ്ങനെ പിറ്റേ ദിവസം സിനിമയ്ക്ക് ചെന്നപ്പോൾ അവിടെ അന്ന് തലേ ദിവസത്തെ സിനിമയല്ല, മറ്റൊരു സിനിമയാണ്. അത് ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഫിലിമാണ്. അത് കണ്ടുകൊണ്ട് എല്ലാവരും ആനന്ദിച്ചു. ആരുടെ കഥയായാലും ഒരു പുതിയ ശാസ്ത്രത്തിൻ്റെ അത്യത്ഭുതകരമായ പ്രദർശനമാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത്ഭുതത്തോടെ കണ്ടിരിക്കുമ്പോൾ ദാദാസാഹേബ് ഫാൽക്കെ എന്ന ദേശഭക്തൻ്റെ മനസ്സിൻ്റെ തിരശീലയിൽ തെളിഞ്ഞു വന്നത്
ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്ഥാനത്ത് ശ്രീകൃഷ്ണൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? വസിഷ്ഠൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ബൃഹസ്പതി വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഹരിശ്ചന്ദ്രൻ്റെ കഥ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കാളിയനെ നശിപ്പിക്കുന്ന കൃഷ്ണൻ്റെ അനന്തമായ ആനന്ദ നൃത്തം കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെയാണ് പുറത്തിറങ്ങി ഹരിശ്ചന്ദ്ര എഴുതാൻ അദ്ദേഹം നിശ്ചയിച്ചത്. പറഞ്ഞതിൻ്റെ അർത്ഥം കലയുടെ മേഖലയിൽ, സിനിമയുടെ മേഖലയിലെ ആധിപത്യവും ഒരു ദേശഭക്തൻ അംഗീകരിക്കുന്നതായിരുന്നില്ല. ഇതേപോലെ തന്നെയാണ് വിദേശികൾ കടന്നു വന്ന് നടത്തിയ ആക്രമണങ്ങളുടെ തിരുശേഷിപ്പുകൾ അതേപോലെ നിലനിർത്തുന്നത് അഭിമാനിയായ ഒരു ദേശഭക്തന് ചേർന്നതല്ല. ഇതെല്ലാം മഹർഷി അരവിന്ദൻ വർണ്ണിക്കുന്നുണ്ട്. സനാതന ധർമ്മം സർവ്വമേഖലയിലും സ്ഥാപിതമാകണം എന്ന വസ്തുത അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് സ്വാതന്ത്ര്യം. ഇതന്ന് നടക്കണമായിരുന്നു. ഈ വസ്തുത നന്നായി അറിയാവുന്ന മഹാനായ രാജേന്ദ്ര പ്രസാദും അതേപോലെ സർദാർ വല്ലഭഭായ് പട്ടേലും KM മുൻഷിയും ഒക്കെ ചേർന്ന് ഒരു സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചു. സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊടിയ പാപം ചെയ്ത ഒരു പാർട്ടി, ആ പാർട്ടിയുടെ മഹാനായ നേതാവ് പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് എല്ലാ വിധത്തിലും അതിനെ തടയാൻ നോക്കി. സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം. പക്ഷേ അപ്പുറത്ത് നിന്നിരുന്നത് ഒന്ന് ഉരുക്കു മനുഷ്യൻ സർദാർ പട്ടേൽ, ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ ഗൂഢസ്വാർത്ഥ ലക്ഷ്യങ്ങളൊന്നുമില്ലാത്ത തനിമ ആർന്ന ഒരു ഗ്രാമീണ ദേശഭക്തനായ രാജേന്ദ്ര പ്രസാദ്, മഹാപണ്ഡിതനായ KM മുൻഷി. തൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഹോമിക്കേണ്ടി വന്നാൽ പോലും സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് ഇവർ മുന്നോട്ട് വന്നപ്പോൾ, പട്ടേൽ അതിൻ്റെ ഇടയിൽ നമ്മളെ വിട്ടുപോയി, എന്നാൽ പോലും അവർ മുന്നോട്ട് വന്നപ്പോൾ ഒരിടത്ത് അതിൻ്റെ മാറ്റമുണ്ടായി. സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിച്ചു. ഒപ്പം നടക്കേണ്ടിയിരുന്നു കാശിയും മധുരയും അയോധ്യയും. പ്രധാനമായി അത് നടക്കേണ്ടിയിരുന്നു. എന്താ ഈ കാശിയുടെയും മധുരയുടെയും അയോധ്യയുടെയും പ്രത്യേകത? അതിന് വലിയ പ്രത്യേകതയുണ്ട്. അത് രാമൻ്റെയും കൃഷ്ണൻ്റെയും ശിവൻ്റെയും സ്ഥലമാണ്. ഇത് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും നിരീശ്വരവാദികളും ഒക്കെ ചേർന്ന് രാമൻ്റെ ക്ഷേത്രം അവിടെ പണിയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആചാര്യനായ രാം മനോഹർ ലോഹിയെ എങ്കിലും ഒന്ന് പഠിക്കേണ്ടിയിരുന്നു. ഇവർ പുസ്തകം വായന കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ എത്രയുണ്ടെന്ന് എല്ലാവർക്കും അത്ഭുതകരമാണ്. അതുകൊണ്ടാണല്ലോ വാഴക്കുല വയലോപ്പിള്ളിയുടെതൊക്കെ ആയി പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് അതിനകത്തുള്ളത്, സോഷ്യലിസ്റ്റുകാരുമാണ്. അവർക്ക് രാം മനോഹർ ലോഹി എന്തു പറഞ്ഞു എന്ന് പോലും അറിയില്ല. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയാം? Lord Rama connects north with the south. Lord Sri Krishna connects west with east. And the great Shiva is present in each and every grain of this land. രാമൻ വടക്കിനെ തെക്കിനോട് യോജിപ്പിച്ചു. നമുക്കറിയാം, രാമൻ വന്നത് അങ്ങ് വടക്ക് നിന്ന് തെക്കോട്ടേക്കാണ്, കേരളത്തിലൂടെയൊക്കെയാണ് കടന്നുപോയത്. കണക്ട് ചെയ്യുക. കൃഷ്ണൻ പടിഞ്ഞാറിനെ കിഴക്കിനോട് യോജിപ്പിച്ചു. അവസാനത്തേതാണ്. ആദ്യത്തെ രണ്ടും വേണമെങ്കിൽ ഇവർക്കും സഹിക്കാം, കാരണം രണ്ട് ചരിത്ര പുരുഷന്മാരാണല്ലോ. അവസാനത്തെ എന്താ പറഞ്ഞത്? ദ ലോർഡ് ഗ്രേറ്റ് ശിവ. സാധാരണ ഹിന്ദിയിലൊക്കെ ഒരു പറച്ചിലുണ്ട്, കങ്കർ കങ്കർ മേ ശങ്കർ ഹേ എന്ന്. അതായത് ഓരോ കല്ലിലും നമ്മൾ ശിവലിംഗത്തെ കാണുന്നവരാണ്. അതായത് ഭാരതത്തിൻ്റെ ഓരോ തരി മണ്ണിലും ശിവനാണ്. അവരാണ് ഈ ഭാരതത്തിൻ്റെ ഏകതയുടെ കാരണമെന്ന് പറയാൻ തയ്യാറായ രാം മനോഹർ ലോഹിയ വിശ്വാസപ്രമാണപ്രകാരം ഒരു നാസ്തികനാണ്, സോഷ്യലിസ്റ്റാണ്. പക്ഷേ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു ഭാരതത്തിൻ്റെ ഐക്യം എന്താണെന്ന്. ഇതൊക്കെ ഒന്ന് വായിച്ചിട്ടാണോ എന്നറിയില്ല. ഇന്നലെ നമ്മുടെ മഹാനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു നല്ല പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അങ്ങനെ ചില സമയത്തൊക്കെ നല്ല പ്രസ്താവനകളും നടത്തും. വക്കീലന്മാരാരെങ്കിലുമൊക്കെ ഇരിക്കുന്നവർ എന്നോട് ദേഷ്യപ്പെടരുത്, അവരുടെ സുപ്രീം ജസ്റ്റിസ് നമ്മുടെ എല്ലാവരുടെയുമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മധുരയിലെ പതാകയും ദ്വാരകയിലെ പതാകയും സോമനാഥത്തിലെ പതാകയും കണ്ടപ്പോൾ അതിൻ്റെ ആ സമാനത, നിറത്തിൻ്റെ സമാനത, രൂപത്തിൻ്റെ സമാനത കണ്ടപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഭാരതം ആ സമാനതയിലാണ് ഏകത്വം അനുഭവിക്കുന്നത്. ആ സമാനത ഏത് നിറാത്, ഏത് രൂപമാണത് നമുക്കെല്ലാവർക്കും അറിയാം. ഏതായാലും സോമനാഥത്തോടൊപ്പം ഇതും നടക്കേണ്ടിയിരുന്നു. പക്ഷേ സോമനാഥത്തിൽ ചെയ്യാൻ കഴിയാതിരുന്നത് അയോധ്യയിൽ ചെയ്തു ഈ പറഞ്ഞ പാർട്ടിയുടെ മഹാനായ നേതാവ്. അയോധ്യയിൽ ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ അനുവദിച്ചില്ല. ഒരു മഹാനായ വ്യക്തിയുടെ പേര് പരാമർശിച്ചില്ലേ ശങ്കരൻകുട്ടി നായർ സാറ്, KK നായർ. അയോധ്യയിലും ഫൈസാബാദിലും വേണ്ട ലക്നൌവിൽ പോലും പോയി, സാധാരണ വീടുകളിൽ പോയി നോക്ക്, അവരുടെ പൂജാമുറിയിൽ രാമൻ്റെയും കൃഷ്ണൻ്റെയും ഒപ്പം വെച്ചു പൂജിക്കുന്ന ഒരു ചിത്രമുണ്ട്, നായർ സാബിൻ്റെ ചിത്രം. നായർ സാബ് എന്നാണ് അവർ പറയുന്നത്. ആ നായർ സാബ് കുട്ടനാട്ടുകാരനാണ്, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. ICS ഒക്കെ പാസ്സായി അദ്ദേഹം
ഫൈസാബാദിൻ്റെ കളക്ടറായി ജോയിൻ ചെയ്തു. ആ കളക്ടറായി ജോയിൻ ചെയ്ത സമയത്ത് അവിടെ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നതായി ബോധ്യപ്പെട്ടു. കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ ഗുരുദത്ത് സിംഗ് എന്ന് പറയുന്ന, സിഖുകാർക്ക് വലിയ പങ്കുണ്ട് രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ മോചനത്തിൻ്റെ കാര്യത്തിൽ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കൂട്ടത്തിൽ പറയുകയാണ് 1858 ആദ്യത്തെ വ്യവഹാരം മുസ്ലിം സമൂഹം ആരംഭിക്കുന്നത് നിഹാൽ സിംഗിനെതിരെയാണ്. നിഹാൽ സിംഗ്, ആ സിഖ് പരമ്പരയിൽപ്പെട്ടവർ അയോധ്യയിൽ വന്ന് രാമപൂജ നടത്താൻ വേണ്ടി തയ്യാറായതിനെതിരായിട്ടാണ്. 1858 ഇരിക്കട്ടെ. വീണ്ടും ഒരു സിംഗ്, ഗുരുദത്ത് സിംഗ്, അസിസ്റ്റന്റ് കളക്ടർ, അദ്ദേഹം നേരെ അവിടെ പോയി വിവരങ്ങൾ അന്വേഷിച്ച് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ നായർ സാബ് പറഞ്ഞു. അദ്ദേഹം പോയി കാര്യങ്ങൾ മനസ്സിലാക്കി വന്നതിന് ശേഷം പറഞ്ഞു, ഇത് പൂർണ്ണമായും ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ്, ഹിന്ദുക്കൾക്ക് പൂർണ്ണമായി അത് കൊടുക്കുകയാണ് വേണ്ടത്, ചരിത്രത്തോട് ചെയ്യുന്നൊരു ന്യായമാണ് അത്, നീതിയുക്തമായ നടപടിയാണ് എന്നുള്ള റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ട് നായർ സാബ് ഗോവിന്ദ വല്ലഭ പന്ത് അന്നത്തെ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. ആ വഴിക്ക് എവിടെ കിട്ടുമെന്നറിയാലോ, ഡൽഹിയിലും എത്തി. അവിടുന്ന് ഓർഡർ വന്നു. എന്താ അറിയാമോ, പെട്ടെന്ന് തന്നെ അവിടെ അനധികൃതമായി പ്രവേശിച്ച് പൂജ നടത്തുന്നു എന്ന് പറഞ്ഞാൽ രാം ചബൂത്രയിൽ ഇരുന്ന് ഭജന പാടുന്നു, ശ്രീരാം ജയറാം ജയറാം എന്ന്, എൻ്റെ രാമൻ്റെ മോചനം വേണമെന്ന് കണ്ണീര് വാർത്തുകൊണ്ട് നാമം ജപിക്കുന്ന ഹിന്ദുക്കളെ ഒന്നടങ്കം അവിടുന്ന് ഒഴിച്ചുവിടാൻ, അടിച്ചിറക്കാൻ, വേണ്ടി വന്നാൽ ആയുധം ഉപയോഗിക്കാൻ കെ നായർക്ക് ഓർഡർ കൊടുക്കുകയാണ് ഡൽഹിയിൽ നിന്ന് ലക്നൗ വഴിക്ക്. നെഹ്റു, ഗോവിന്ദ വല്ലഭ പന്ത് വഴി കെ നായർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യന് നട്ടലുണ്ടായിരുന്നത് കൊണ്ട് നെഹ്റു എന്ന് പറയുന്ന ആളെത്ര മുടിചൂടാ മന്നനായാലും, സ്വയം പ്രഖ്യാപിത ലോകജനാധിപത്യത്തിൻ്റെ രാജകുമാരനായാലും എനിക്കതിന് പുല്ലുവിലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നായർ സാബ് പറഞ്ഞു, ഒരു കാരണവശാലും ഹിന്ദുക്കളെ അവിടെ നിന്ന് ഒഴിച്ചുവിടുന്ന പ്രശ്നമില്ല, ഒഴിച്ചുവിടില്ല ഞാൻ, അത് അവർക്ക് അവകാശപ്പെട്ടതാണ്, അതിനുവേണ്ടി എന്ത് സംഭവിച്ചാലും ശരി എന്ന് ഉത്തരം കൊടുത്തു. അദ്ദേഹം ഉത്തരം കൊടുത്താണ് ഞാൻ വെർബാറ്റമാ പറയുന്നത്. പുല്ലുവില എന്നുള്ളത് ലെറ്ററിലില്ല, ബാക്കിയുള്ളത് അത് പൂർണ്ണമായിട്ട് ആ തരത്തിലാണ് കൊടുത്തത്. എങ്ങനെയാ പ്രതികരിച്ചെന്നറിയാമോ പ്രധാനമന്ത്രി? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, സമസ്താപരാധം പറഞ്ഞ് കണ്ണീര് വാർത്ത് കാല് പിടിക്കേണ്ട സമയമാണ്. ഇപ്പോൾ ശബരിമലയിലെ ഈ പോരാട്ടം നടക്കുന്ന സമയത്ത് ആ അയ്യപ്പ ഭക്തന്മാരെ, ആചാര സംരക്ഷകന്മാരെ ഉപദ്രവിച്ച ചില പോലീസ് ഓഫീസർമാരെ കഴിഞ്ഞ സീസൺ കാലത്ത് അയ്യപ്പൻ്റെ മുമ്പിൽ പോയി കണ്ണീര് വാർക്കുന്നത് കണ്ടില്ലേ, കണ്ണീരൊഴുക്കുന്നത് കണ്ടില്ലേ? നമ്മളെല്ലാവരും ടി വിയിലൂടെ കണ്ടിട്ടുണ്ടാവും. ഏതാണ്ട് അതേപോലൊരു അവസരമാണ് ഇവർക്ക് വന്നത്, അവസരം ഇപ്പോൾ വരുന്നത്. അന്ന് നെഹ്റുജി ചെയ്തത്, അങ്ങനെ ഈ താൻ പറഞ്ഞ നടപടി നടപ്പിലാക്കാൻ പറ്റാത്ത ആള് കളക്ടറായി ഇരിക്കണ്ട എന്നാണ്. അത് തീരുമാനിക്കാമല്ലോ. സസ്പെൻഡ് ചെയ്തു. കെ നായർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഫൈസാബാദ് കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് വാദിച്ചു, തൻ്റെ ഇടത്തോടെ വാദിച്ചിട്ട് നെഹ്റുവും പന്തും എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് കോടതി പറഞ്ഞു. അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഒരു ദിവസം പോയതിനു ശേഷം അദ്ദേഹം രാജിക്കത്ത് കൊടുത്ത് പുറത്തിറങ്ങി. അവിടെ ഫൈസാബാദിലെയും പരിസര പ്രദേശത്തെയും ഹിന്ദുക്കൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ വക്കീലായിട്ടുള്ള പ്രാക്ടീസും തുടങ്ങി. ആ കൂട്ടത്തിൽ ഒരു വലിയ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനത്തിന് അദ്ദേഹം പ്രാരംഭം കുറിച്ചു. ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ചു. ആ സ്ഥാനം എത്ര മഹത്തരമാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഉദാഹരണം പറയാം. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കലാണ് ഏറ്റവും പ്രധാനം എന്ന അർത്ഥത്തിലേ അല്ല പറയുന്നത്, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയും MP ആയി. ഭാര്യ മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ രണ്ടും MP ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ, അത് നായർ സാബിൻ്റെ ഡ്രൈവറാണ് എന്ന പേരിൽ, ഡ്രൈവർ ജയിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ അർത്ഥമാക്കുന്നില്ല, പക്ഷേ നായർ സാബിൻ്റെ ഡ്രൈവർ എന്ന നിലയിൽ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സഹായി. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വാധീനം. അദ്ദേഹം തുടക്കം കുറിച്ച ആ പ്രവർത്തനം, അതിനെ ആ കാലഘട്ടത്തിലൊക്കെ തടയുകയാണ് ഈ വലിയ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. എന്ത് ദേശീയമാണോ ആർക്കും അറിയില്ല. ഇപ്പോൾ എവിടെയാണോ ഈ സാധനം ഉള്ളത് അതും ആർക്കും അറിയില്ല. ഏതായാലും ഇത് സ്വാതന്ത്ര്യദിനമാണ് എന്ന് പറയാനുള്ള കാരണം അതാണ്. രണ്ടാമത്തത്, ഇത് ഒരു രാഷ്ട്ര ചരിത്രത്തിലെ ഒരു കൂട്ടായ വേദനയെ, ഒരു സംഘടിത അഭിമാനമായി മാറുന്ന നിമിഷമാണ്. ഇക്കാലം അത്രയും, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അരസഹസ്രാബ്ദക്കാലമായി ലോകത്തെങ്ങും ഇതിനൊരു സമാനതയില്ല. അയോധ്യയിലെ രാമക്ഷേത്ര
മോചനത്തിന് വേണ്ടി നടന്നതുപോലൊരു പോരാട്ടം ലോകത്ത് എവിടെയെങ്കിലും നടന്നതായി എൻ്റെ ചരിത്ര പഠനങ്ങളിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. നിരന്തരം പോരടിച്ച് ഇത് നേടുമ്പോൾ ഇത്രയും കാലം അനുഭവിച്ച ഒരു ആഗണി, ഒരു കളക്റ്റീവ് ആഗണി, ഒരു കൂട്ടായ ഒരു വേദനയുണ്ടല്ലോ, നോവ്, ഇത്ര കാലം അനുഭവിച്ചുകൊണ്ടിരുന്നൊരു നോവ്, അതങ്ങോട്ട് മാറിയിട്ട് അതൊരു അനന്തമായ കൂട്ടായ ഒരു സമഷ്ടി ഭക്തിയായി, സമഷ്ടിയുടെ ആനന്ദമായി, ഒരു മഹാ അനുഗ്രഹമായി മാറുന്ന മുഹൂർത്തമാണ്. അതാണ് ഭാരതത്തിൻ്റെ ദേശീയ ചരിത്രത്തിലെ, സാംസ്കാരിക ചരിത്രത്തിലെ ഒരു പുണ്യദിനമാണ്, സ്വാതന്ത്ര്യ ദിനമാണ് എന്ന് പറയാനുള്ള കാരണം. ഇതിൻ്റെ പിന്നിൽ എത്രയോ കാലമായി ആയിരക്കണക്കിന് ആളുകൾ അനുഭവിച്ച, പ്രദർശിപ്പിച്ച നിശ്ചയദാർഢ്യമുണ്ട്. ഒരു വലിയ നിശ്ചയദാർഢ്യം, അനുഭവിച്ച കൊടും യാതനകളുണ്ട്. അതിൽ നിന്ന് മോചനം നേടുന്ന ആ പുണ്യ ദിവസമാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അനുഭവിച്ചു പോന്ന കോളനിവൽക്കരണത്തെ, ഉപനിവേശികതാവാദത്തിന് അടിപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു നമ്മൾ. ഇപ്പോഴും നമ്മളത് തുടരുകയാണ്. അതാണല്ലോ നേരത്തെ സാറ് പറഞ്ഞത്, ഭാരതം വേണോ ഇന്ത്യ വേണോ എന്നുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുക. ചിലർക്ക് അതിപ്പോഴും ഇന്ത്യ മതി എന്നാണ് പറയുന്നത്. ഇന്ത്യ മതി എന്ന് പറയുകയാണ്. ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേ ചൈവ ദക്ഷിണം വർഷം തത് ഭാരതം നാമ ഭാരതീയത്ര സന്തതി. എഴുതപ്പെട്ടത് എന്നാ? ഉത്തരം യത് സമുദ്രസ്യ, സമുദ്രത്തിന് ഉത്തരഭാഗത്തേക്ക്. അതേപോലെ ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രേ ചൈവ ദക്ഷിണം, ഹിമാലയത്തിന് തെക്കുഭാഗത്തേക്ക് പരന്നു കിടക്കുന്ന ഈ വിശാല രാഷ്ട്രത്തിൻ്റെ പേരാണ് ഭാരതം. അതിൽ ജീവിക്കുന്നവരാണ് ഭാരതീയർ എന്ന് പറഞ്ഞത് ആരാ? ഇന്നോ ഇന്നലെയാണോ? ചുരുങ്ങിയതിൻ്റെ പഴക്കം, പത്മപുരാണത്തിൻ്റെ പഴക്കം പറയുന്നത് 6000 വർഷമെങ്കിലും ആണ് ചിലർ പറയുന്നത്. എത്രയെങ്കിലും ആയിക്കൊള്ളട്ടെ, ബ്രിട്ടൻ എന്ന രാഷ്ട്രം രൂപപ്പെടുന്നതിനും എത്രയോ മുമ്പാണ്, ഇംഗ്ലീഷ് എന്ന ഭാഷയ്ക്ക് ഈ ഭാവം വരുന്നതിനും എത്രയോ മുമ്പാണ് ഈ ഭാരതം എന്ന പേര് നമുക്ക് കിട്ടിയത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ്, നമ്മൾ ഇത്തരം സംരംഭങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും പ്രസംഗങ്ങൾ കേൾക്കുക മാത്രമല്ല, അടുത്ത വർഷത്തെ പരിപാടിക്ക് പ്രസംഗം നടത്താനുള്ള തയ്യാറെടുപ്പ് കൂടി ഈ കൂടിയിരിക്കുന്നവർ നടത്തണം. അതിലൊന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് ഒക്കെ ഒന്ന് പഠിക്കുക. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ 75ാം വർഷം ആഘോഷിക്കാൻ പോവുകയാണ് വരുന്ന വർഷം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റിൽ ആർട്ടിക്കിൾ 1 കുറിച്ചുള്ള ചർച്ചയുണ്ട്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറയുന്ന ചർച്ച. പേര് ഏത് വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അതിൽ സേഠ് ഗോവിന്ദദാസ്, അതേപോലെ ഉള്ള മഹാന്മാരായ ആൾക്കാർ ഭാരതം എന്ന പേര് തന്നെ വേണം എന്ന് വാദിക്കുന്ന അവരുടെ അഭിപ്രായങ്ങളുണ്ട്. അതിൽ സേഠ് ഗോവിന്ദദാസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു അഭിപ്രായം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ആകെ ഒരു രോമാഞ്ചമുണ്ടായി. അദ്ദേഹം പറയുന്നത്, അടിമത്തത്തിൽ ആണ്ടിരുന്ന നമ്മൾ അറിഞ്ഞില്ല നമ്മുടെ ആത്മാവും ഉറങ്ങിപ്പോയി എന്ന്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചു കാണും, പക്ഷേ ഒരു സാംസ്കാരിക സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടണമെങ്കിൽ, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ നമ്മുടെ ആത്മാവ് ഉണരണം. ഈ ആത്മാവിനെ ഉണർത്താൻ ഒരൊറ്റ അഭിസംബോധനയ്ക്കേ കഴിയുള്ളൂ, അത് ഭാരതം എന്ന അഭിസംബോധനയ്ക്കാണ്. വേറൊന്നിനും ഭാരതത്തെ ഉണർത്താൻ കഴിയില്ല. പക്ഷെ ഇപ്പോഴും നമുക്ക് സംശയമാണ്. ആ സംശയത്തിൻ്റെ കാരണം എന്താ? വിദേശിയിട്ട പേര് അതെന്നിട്ടു എന്നുള്ളതിനെക്കുറിച്ച് സാറിനെ പോലൊരു ചരിത്രകാരൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ അതിൻ്റെ സംവാദത്തിലേക്ക് കടക്കുന്നില്ല. ഏതായാലും നമ്മൾ നമുക്കിട്ട പേരെന്താണ്? അത് ഭാരതമാണ്. വേദങ്ങളിൽ എത്ര തവണ പരാമർശിക്കപ്പെടുന്നു ഭാരതമെന്നത്? വേദങ്ങളിൽ, ഋഗ്വേദത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് 22 ഭാരതമെന്ന വാക്ക് പറയുന്നു. എന്ന വാക്കിൻ്റെ അർത്ഥം പറയുന്നു, തീ പോലെ ജ്വലിക്കുന്ന ജ്ഞാനത്തിൻ്റെ പ്രതിമൂർത്തികളായ യുവാക്കന്മാരും യുവതികളും ജീവിക്കുന്ന ഇടമെന്നാണ് ഒരു സ്ഥലത്ത് വർണ്ണിക്കുന്നത്. തീ പോലെ ജ്വലിക്കുന്ന പ്രകാശം, ജ്ഞാനം, അതങ്ങനെ ജ്വലിക്കുകയും അത് നേടാൻ പ്രയത്നിക്കുകയും ചെയ്യുന്നവരുടെ നാട്, ജ്ഞാനത്തിൻ്റെ നാടാണ് ഭാരതം. ഭാരതമെന്ന വാക്ക് നമ്മുടെ നാടിന്, പേര് നമ്മുടെ നാടിന് കിട്ടിയത് തന്നെ അതുകൊണ്ടാണ്, വേദം പരാമർശിക്കുന്നതിനെക്കുറിച്ച്. ആ ഭാരതം എന്ന പേര് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം എത്രയാ! അതൊരർത്ഥത്തിൽ സ്വന്തം മനസ്സിൽ അവശേഷിക്കുന്ന അടിമത്തത്തിൻ്റെ അവസാന കണികയും തൂത്തെറിയാനുള്ള തൻ്റെ ഇടം ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് പറയാൻ തോന്നൂ, ഭാരതം എന്ന് തന്നെ പ്രയോഗിക്കണമെന്ന്. ഇതിലിരിക്കുന്ന അത്യാവശ്യം പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളുകളോടുമുള്ള എൻ്റെ വിനീതമായ അഭ്യർത്ഥന, മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാരതം എന്ന് എഴുതുക നമ്മുടെ നാടിൻ്റെ പേര്. എൻ്റെ അഭ്യർത്ഥന, ഇംഗ്ലീഷിൽ എഴുതുന്ന
നാളുകളും ആരാ നമ്മളോട് ചോദിക്കാൻ പോകുന്നത്? ഭാരതം എന്ന് എഴുതിയാൽ നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന പേരാണ്. ഭാരതമായിരുന്നു ഈ പേര് എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ ഭാരതം എന്ന് തന്നെ എഴുതുക. മറ്റൊരു വാക്ക് അതെനിക്കെൻ്റെ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പോലും തോന്നാറില്ല. ഭാരതം എന്ന് തന്നെ ഉച്ചരിക്കാൻ തോന്നുകയുള്ളൂ. അപ്പോൾ പരിപൂർണമായും ഇത്തരം കോളനി വൽകൃത മനസ്സിൻ്റെ അവസാനത്തെ കണിക കൂലി തുടച്ചെറിയുക. ഇപ്പോൾ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിന് നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നമുക്കൊക്കെ തന്ന ഒരു വലിയ ലക്ഷ്യമുണ്ട്. 5 സങ്കല്പങ്ങൾ, 5 പ്രതിജ്ഞകൾ എടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നാമത്തത് ഒരു വികസിത ഭാരതം എന്ന സങ്കല്പം, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഇറേസ് ദ ലാസ്റ്റ് സിംബൽസ് ഓഫ് സർവിറ്റ്യൂഡ് ഫ്രം യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്ന അവസാനത്തെ അടിമത്തത്തിൻ്റെ കണിക കൂടി തുടച്ചു കളയണം. ആ അവസാനത്തെ അടിമത്തത്തിൻ്റെ കണിക തുടച്ചു കളയുന്നതിൽ ഒന്നാണ് 1992 ഡിസംബർ 6-ാം തീയതി ഹിന്ദു വീര പൗരുഷം അവിടെ ഉണർന്നാടിയപ്പോൾ സംഭവിച്ചത്. തുടച്ചെറിയുന്ന കാര്യം തന്നെയാണ്. അതിൽ മതപരമായ സംഘർഷത്തിൻ്റെ വിഷയമേ ഇല്ല. ഈ മതത്തെ ഇതിലേക്ക് കൊണ്ടുവന്നവരാണ് മഹാഭാവികൾ, മതമല്ലാതെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടോയൻബി അദ്ദേഹം ഈ പോളണ്ടിൻ്റെയും റഷ്യയുടെയും ചരിത്രം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പോളണ്ട് ജനതയെ വിമർശിക്കാത്തത്? ഇത് ചെയ്തതിൻ്റെ പേരിൽ റഷ്യക്കാർ ചെയ്തത് മതപരമായ കാര്യമേ അല്ല. അവർ ചെയ്തത് ഒരു രാഷ്ട്രീയമായ അധിനിവേശം നടത്തുകയായിരുന്നു. അതിനെ തുടച്ചെറിയാണ് പോളിഷ് ജനത ചെയ്തത് എന്ന് ടോയൻബി പറയുന്നുണ്ട്. അതേപോലെ ഇത് 2 മതങ്ങളുടെ ആരാധനാലയങ്ങളുടെ അതിർത്തി പ്രശ്നമൊന്നുമല്ല, ഒരുത്തൻ അതിരു മാന്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള തർക്കവുമല്ല. ഇത് ഭാരതീയ തനിമ, ഭാരതീയ സ്വത്വം, അത് ജ്വലിച്ചുയരണമോ വേണ്ടയോ എന്നതിൻ്റെ വിഷയമാണ്. അതിൻ്റെ മേലെ അടിച്ചേൽപ്പിച്ച വിദേശിയുടെ സ്മാരകം അത് നിലനിൽക്കണോ വേണ്ടയോ എന്നതാണ്. അതൊരു കാരണവശാലും മാറ്റാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യയിൽ നിലനിന്നിരുന്ന ആ തർക്കക്കെട്ടിടം എന്തോ വലിയ ലോകസ്മാരകമാണെന്നുള്ള മട്ടിൽ നേരത്തെ പറഞ്ഞ പാർട്ടിക്കാരുടെ പിന്തുണയോടുകൂടി അവിടെ ഭരിച്ചിരുന്ന ഒരു വലിയ ഭരണാധികാരി പ്രഖ്യാപിച്ചു, അതിൻ്റെ നേരെ ഉയരുന്ന കണ്ണ് ഞാൻ ചുഴന്നെടുക്കും, അതിൻ്റെ നേരെ ഉയരുന്ന കൈ ഞാൻ പറിച്ചെടുക്കും. ഇയാൾ കൈ പറിക്കുകയും പല്ല് പറിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാളുടെ മകനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ഞാൻ അതൊക്കെ ചെയ്യും ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നന്ന് ഭരിക്കുന്ന നേരത്തെ പറഞ്ഞ പാർട്ടിയെ അവർ 16,000 പോലീസുകാരുടെ സഹായം, കവചിത വാഹനങ്ങൾ അടക്കം അയോധ്യ മുഴുവനൊരു തുറുങ്കറയാക്കി മാറ്റി. അതിന് 4 ചുറ്റും കാരിരുമ്പ് ബാരിക്കേഡുകൾ കെട്ടി, കവചിത വാഹനങ്ങൾ വെച്ച് തോക്കുകളുമായി കാവലിൽ നിന്നു പോലീസുകാർ. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച വിധത്തിൽ സ്വത്വാഭിമാനികളായ ഹിന്ദുക്കൾ നിരായുധരായി ശ്രീരാം ജയറാം ജയറാം എന്ന ഒരൊറ്റ മുദ്രാവാക്യം വിളിച്ച് ആ മുദ്രാമന്ത്രത്തിൽ നിന്ന് കിട്ടിയ അദമ്യമായ ശക്തി ഉപയോഗിച്ച് പാഞ്ഞെടുത്തപ്പോൾ ആ കാരിരുമ്പ് ബാരിക്കേഡുകൾ അവരുടെ മുമ്പിൽ ചുള്ളിക്കമ്പ് പോലെ ആയിപ്പോയി. കവചിത വാഹനങ്ങൾ അവരുടെ മുമ്പിൽ വെറും കളിപ്പാട്ടങ്ങളായി മാറി. അവർ ആ തർക്കക്കെട്ടിടത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ അടിമത്തത്തിൻ്റെ അവസാനത്തെ കണികയെ തൂത്തെറിയുന്ന പ്രവർത്തനം അവരവിടെ നടത്തി. അത് കേവലം മനുഷ്യർ ചെയ്ത പ്രവൃത്തിയല്ല. അന്ന് വലിയ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെയൊക്കെ നേരിട്ട് നിരീക്ഷിച്ച പലരും പറയുന്നത് ഞങ്ങളവിടെ കണ്ടത് മനുഷ്യരെയല്ല, ഞങ്ങളവിടെ കണ്ടത് വായുപുത്രനായ സാക്ഷാൽ ഹനുമാന്മാരെയാണ് ഞങ്ങളവിടെ കണ്ടത്, അവിടെ പ്രദർശിച്ചു. ഈ നിലയിലുള്ള അതിഗംഭീരമായ പ്രവർത്തനങ്ങളിലൂടെ തുടച്ചു നീക്കപ്പെട്ട ആ അടിമത്തത്തിൻ്റെ സ്മാരകത്തിൻ്റെ സ്ഥാനത്ത് ഈ വലിയൊരു സുപ്രധാനമായ ക്ഷേത്രം ഉയർന്നു വരുന്നത് ഞാൻ കാണുന്നത് അത് കോളനിവൽക്കരണത്തിൻ്റെ ഒടുക്കത്തിൻ്റെ തുടക്കമാണ് എന്നാണ്. കോളനിവൽക്കരണം എന്ന് പറഞ്ഞാൽ കേവലം പാശ്ചാത്യരുടെ ഭരണകാലമോ പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ ഭരണകാലമോ അല്ല. അതിനു മുമ്പ് മുഗലന്മാരും തുർക്കികളും കടന്നു വന്ന വിദേശികളൊക്കെ നടത്തിയത് കോളനിവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിൻ്റെ അക്കാഡമിക് ഡെഫിനിഷൻസിലേക്കല്ല ഞാൻ കിടക്കുന്നത്, നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് അത് കോളനിവൽക്കരണത്തിൻ്റെ ഒടുക്കത്തിൻ്റെ തുടക്കമാണ് എന്ന്. ഇത് ദേശീയ സാംസ്കാരിക അഭിമാനത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ദിനമാണ്, സ്വത്വത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ദിനമാണ്. നേരത്തെ തന്നെ പറഞ്ഞു, ഇത് അമൃതകാലത്തിൻ്റെ പ്രാരംഭമാണ്, അമൃതകാലത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ തുടക്കമാണ്. അതിനുള്ള ഗോപുരമാണ് തുറക്കുന്നത്. പലപ്പോഴും
പലപ്പോഴും ഉദ്ധരിച്ചിട്ടുണ്ട്, ഈ സഭയിലും ഉദ്ധരിച്ചിട്ടുണ്ട്. വളരെ പ്രസക്തമായതുകൊണ്ട് ഉദ്ധരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. മഹാനായ കേരളത്തിൻ്റെ സ്വന്തം കവി വൈലോപ്പള്ളി പാടിയിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ പാടാനുള്ളൊരു മാർച്ചിങ് സോങ് എഴുതി കൊടുത്തു അദ്ദേഹം, വിഭാതഗീതം എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്: ഈ കണക്കിനെത്ര മുക്തി ഗോപുരം കടക്കണം, മക്കൾ നമ്മൾ എത്തുവാൻ സമത്വ സുന്ദരാങ്കണം, തൃക്കൊടിക്ക് ജീവവായു പണയമാക്കി വെക്കുക, ദിക്ക് നോക്കി ധീരതാതഗർജനം മുഴക്കി നാം. നമ്മൾ മുന്നോട്ട് പോകണം. എങ്ങനെ? കിട്ടിയ ഈ സ്വാതന്ത്ര്യം ഒരു പടിവാതിൽ കടക്കൽ മാത്രമാണ്. ഒരു പടിവാതിലേ തുറന്നിട്ടുള്ളൂ. ഈ കണക്കിന് എത്ര മുക്തി ഗോപുരം കടക്കണം, ഇനിയും കടക്കാനുണ്ട് മുക്തി ഗോപുരം. അതിലൊരു മുക്തി ഗോപുരത്തിൻ്റെ കടക്കലാണ് നമ്മൾ ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ വിജയം എന്നുകൂടി നമ്മളെല്ലാവരും ഓർക്കേണ്ടതിൻ്റെ അത്യാവശ്യമുണ്ട്. ഇവിടെ ഇന്ന് നമ്മൾ ഈ രാമൻ്റെ ശ്രീരാമൻ്റെ ആ പുണ്യസ്ഥലിയിലെ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് അതിൽ അഭിമാനപുളകിതരായി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ സ്മരിക്കാൻ കഴിയുന്ന ആളുകളാണ് തിരുവനന്തപുരിയുടെ ആളുകൾ, ഇവിടുത്തെ പൗരന്മാർ. പറയാൻ കാരണം, നമ്മുടെ ഈ അനന്തപത്മനാഭൻ ഏത് സ്ഥിതിയിലാണ് അദ്ദേഹം ഉള്ളത് ഇവിടെ? ആ സ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ യോഗനിദ്രയിൽ ഉള്ള വിഷ്ണു, അനന്തൻ്റെ മുകളിലുള്ള അദ്ദേഹത്തിൻ്റെ ആ കിടപ്പ്, അത് യോഗനിദ്രയിലാണ്. ആ യോഗനിദ്ര എന്തിൻ്റെ മുമ്പുള്ള യോഗനിദ്രയാണ്? രാമാവതാരത്തിന് മുന്നുള്ള യോഗനിദ്രയാണ്. അതാണ് സങ്കല്പം എടുത്തത്. ആ രാമാവതാരത്തിന് മുമ്പുള്ള യോഗനിദ്ര ആണെന്ന് പറയാനുള്ള കാരണം എന്താ? എനിക്കറിയില്ല, എനിക്ക് ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ച് വളരെയേറെ അറിവൊന്നുമില്ല. പക്ഷേ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം പുരുഷ സൂക്തം ചൊല്ലി ഉണർത്തുന്ന ദേവതകളിൽ ഒന്നാണ് ഇവിടെയുള്ള അനന്തപത്മനാഭൻ. ഏറ്റവും കൂടുതൽ രാവിലെ തന്നെ പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, പുരുഷ സൂക്തം ചൊല്ലിയിട്ടാണ്. നമുക്കറിയാം, രാമാവതാരം നടക്കുന്ന സമയത്ത് സാക്ഷാൽ അതിന് പ്രേരണയായി നിൽക്കുന്ന ബ്രഹ്മദേവൻ യോഗനിദ്രയിലുള്ള വിഷ്ണുവിനെ പുരുഷ സൂക്തം ചൊല്ലിയാണ് ഉണർത്തിയത്. വാൽമീകി വർണ്ണിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. അങ്ങനെയുള്ള രാമൻ എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുറവുകളോ പിഴവുകളോ ഉണ്ട്, തിരുത്തണമെന്നെ. ആധികാരികമായി ഇത് പറയാൻ കഴിയുന്ന ചിലരിൽ നിന്ന് ചർച്ച ചെയ്ത് മനസ്സിലാക്കിയ കാര്യമാണ്. പള്ളിവേട്ടയ്ക്ക് ഏത് രൂപത്തിലാണ് അനന്തപത്മനാഭൻ എഴുന്നള്ളുന്നത്? കോദണ്ഡധാരിയായ രാമൻ്റെ രൂപത്തിലാണ്. കോദണ്ഡധാരിയായ ഈ ഓണവില്ല് എന്താണ് ഇവിടെ ഇത്രയും പ്രാധാന്യമുള്ള ഓണവില്ല്? ഇത് കോദണ്ഡമാണ് എന്ന് ഞാൻ പറയും. കോദണ്ഡം. എൻ്റെ അഭ്യർത്ഥന, അനന്തപുരിയുടെ ട്രസ്റ്റിൻ്റെ ചുമതലക്കാരെങ്കിലുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ആരാധന നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഈ ജനുവരി 22, 21, 22 ഒരു മഹോത്സവമായി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമ്മളെല്ലാം ചേർന്ന് കൊണ്ടാടണം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തെക്കും വടക്കും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് ലോഹ്യാജി പറഞ്ഞ കാര്യമില്ലേ, ആ ബന്ധമാണ് ഇവിടെ കൃത്യമായിട്ട് കാണുന്നത്. കോദണ്ഡധാരിയായ രാമനെ നമുക്കിവിടെ കാണാം. അതിനുള്ളിൽ ഒരു പരിപൂർണ വിഷ്ണു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിലും പ്രത്യേകിച്ച് രാമാവതാരത്തിന് മുമ്പുള്ള മഹത്തായ യോഗനിദ്രയിൽ കഴിയുന്ന വിഷ്ണുവിൻ്റെ രൂപമുള്ള ഇടത്ത് ബ്രഹ്മദേവൻ സദാ പുരുഷ സൂക്തം, വെറുതെയാണോ ബ്രഹ്മാവ് അടുത്ത് തന്നെ ഉള്ളത്? രാമായണം നിത്യപാരായണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം. രാമൻ മുഖ്യപ്രതിഷ്ഠ അല്ലെങ്കിൽ കൂടി രാമായണം എവിടെയാണ്? നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. തൊട്ടിപ്പുറത്ത് നരസിംഹമൂർത്തിയുടെ അവിടെ രാമായണം ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ചിലർ പറയുന്നു ഉഗ്രരൂപിയായ ആ നരസിംഹൻ്റെ ആ ചൂട് കുറയ്ക്കാനാണെന്ന്. അത് മാത്രല്ല, ഇങ്ങേ ചെവിയിൽ, വലത്തെ ചെവിയിൽ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രാമായണം, വലത്തെ ചെവിയിൽ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഈ പുണ്യസ്ഥലം, രാമനുമായി ബന്ധമുള്ള ഈ സ്ഥലമാണ്. അവിടെ ഈ വരുന്ന 21, 22 ഒരു മഹോത്സവമാക്കി മാറ്റാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാനിവിടെ നേരത്തെ പറഞ്ഞ ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ ഗോപാൽജിയെ പോലുള്ള ആൾക്കാരോട്, ശങ്കരകുട്ടി നായർ സാറൊക്കെ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു 21 ഏകാദശി കൂടിയാണ് അന്ന്. അല്ലെങ്കിൽ തന്നെ അവിടെ വലിയ ഉത്സവം നടക്കാൻ പോവുകയാണ്. അതൊരു മഹോത്സവമാക്കി മാറ്റണം. വരുന്ന നാളുകളിൽ ഇവിടുന്ന് നമുക്ക് അയോധ്യയിലേക്ക് പോകാൻ അനുമതി കിട്ടിയിട്ടുള്ളൊരു ദിവസമുണ്ട്. എല്ലാ ദിവസവും എല്ലാവരും ഒന്നും ചെല്ലരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു അവിടെ ഒന്ന് തിക്കും തിരക്കുണ്ടാക്കരുത് എന്ന്. കാരണം എത്ര പേർക്ക് നിൽക്കാൻ കഴിയുമോ അതിലേറെ പത്രക്കാർ തന്നെ വന്നു കഴിഞ്ഞു. അവിടെ എത്ര സാധാരണ ആൾക്കാർക്ക് നിൽക്കാൻ കഴിയുമോ അതിലേറെ പത്രക്കാർ തന്നെ വന്നു കഴിഞ്ഞു.
1.5-2 ലക്ഷം സന്യാസിമാർ ക്യൂവിലാണ് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും തുടക്കത്തിൽ പോകാൻ കഴിയില്ല. പക്ഷേ നമുക്ക് പോകാനുള്ള സമയം നിശ്ചയിക്കുന്ന ദിവസം തിരുവനന്തപുരത്തു നിന്നുള്ളവർ ഒരു ഗംഭീര ഓണവില്ലുമായി കോദണ്ഡവുമായി വേണം അയോധ്യയിലേക്ക് പോകാൻ എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ആ ബന്ധത്തെ, കാരണം ഈ കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ രാമനും പ്രവർത്തിച്ചത് ഈ രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തിന് വേണ്ടിയിട്ടാണ്, ഈ നാട്. കാരണം ഈ രാഷ്ട്രം നിലനിൽക്കണം, ലോകം നിലനിൽക്കാൻ. ഈ രാഷ്ട്രം നിലനിന്നാലേ മതിയാവുകയുള്ളൂ. ചില ആളുകൾക്ക് ഈ രാഷ്ട്രം നശിച്ചാലേ സന്തോഷമാവുള്ളൂ എന്ന മട്ടിലാണ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത്തരക്കാരോട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് വീണ്ടും ഒരവസരം കൂടി വന്നിരിക്കുകയാണ്. വീണ്ടും ഒരവസരം കൂടി. ചെയ്തുപോയ ആ കൊടിയ അപരാധങ്ങൾക്ക് സമസ്താപരാധം പറഞ്ഞ് മുട്ടിലിരുന്നോ അല്ലെ സാഷ്ടാംഗം പ്രണമിച്ചോ കണ്ണീര് വാർത്ത് മാപ്പി ചോദിക്കാനുള്ള അവസരമാണ്. 22-ന് പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പോകണം എന്നുകൂടി ഈ സമയത്ത് ഇങ്ങോട്ട് പറയുക. ഈ രാമൻ്റെ ക്ഷേത്രത്തിനെതിരായിട്ടായാലും ഹൈന്ദവ ഏകീകരണത്തിനെതിരായിട്ടായാലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ളത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഖിലാഫത്ത് മനസ്സാണ്. ഖിലാഫത്ത് എന്ന് പറയുന്നത് ചില ആളുകളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് വലിയ സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്നാണ്. ചില ആളുകൾ പറയുന്നത് സ്വാതന്ത്ര്യ സമരമായി തുടങ്ങി പിന്നീട് അത് വഴിതെറ്റിപ്പോയി എന്നാണ്. ഞാൻ പഠിച്ചിടത്തോളം അത് അഖിലാഫത്തായിട്ടാണ് തുടങ്ങിയത്, അഖിലാഫത്തായിട്ടാണ് അവസാനിച്ചത്. അതൊരു മനസ്സാണ്. ഖിലാഫത്ത് എന്നത് ഒരു ദുഷിച്ച മനസ്സിൻ്റെ രാഷ്ട്രവിരുദ്ധ മനസ്സാണ്. ആ രാഷ്ട്രവിരുദ്ധ മനസ്സാണ് ഇന്ന് ഭാരതത്തിലെമ്പാടും ഭാരതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത്. ആ മനസ്സാണ് മാലിദ്വീപിന് വേണ്ടി വാദിക്കുന്നത്, മാലിദ്വീപിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ലക്ഷദ്വീപിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പറയുമ്പോൾ അവർ മാലിദ്വീപിനെ കുറിച്ച് പറയും. ലക്ഷദ്വീപിൽ ഏതെങ്കിലും തെങ്ങിനൊരൽപ്പം പെയിൻ്റ് അടിക്കുകയോ മരുന്നടിക്കുകയോ ചെയ്താൽ സേവ് ലക്ഷദ്വീപ് എന്ന് പറയും. ഇതൊരു മനസ്സാണ്. ഇത് ഭാരത വിരുദ്ധമായ മനസ്സ്. പക്ഷേ അത് ആ കാലമൊക്കെ പോയി മറഞ്ഞു. ഭാരതം ഉണരുകയാണ്, ഭാരതം മുന്നേറാൻ തുടങ്ങുകയാണ്. ഈ മുന്നേറ്റത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സാമ്പത്തിക മേഖലയിൽ ഭാരതം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ആ ഉയർച്ച പലർക്കും കണ്ണുകടി ഉണ്ടാകുന്നുണ്ട്. ഡോളറിസത്തിലൂടെ, അമേരിക്കനിസത്തിലൂടെ, ഗ്ലോബൽ മാർക്കറ്റ് ഫോഴ്സസിലൂടെ, ശക്തികളിലൂടെ ലോകത്തെ കീഴടക്കാൻ, ഭാരതത്തെ കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മഹാശക്തി എന്ന് പറയുന്ന ലോക പോലീസുകാരനടക്കം ഉറക്കം കിട്ടാത്ത നാളുകളാണ് വരാൻ പോകുന്നത്. അങ്ങേയറ്റത്തെ മാന്യത്തിൻ്റെ നാളുകളായിരുന്നു കൊറോണയിലൊക്കെ ഉണ്ടായത്. എന്നിട്ടും ഭാരതം മുന്നേറുകയാണ്, മുന്നേറുക തന്നെ ചെയ്യും. കാരണം ഭാരതം ഭാരതത്തെ തിരിച്ചറിയുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതൊരു മുന്നേറ്റത്തിന് ആവശ്യമായിട്ടുള്ളത് ഒന്നതാണ്. എനിക്കെന്നെ അറിയില്ല, പക്ഷേ എനിക്കിതാകണം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട വിദേശകാര്യമന്ത്രി ജയശങ്കർ സാറ് ഇവിടെ വന്ന് നടത്തിയ പ്രസംഗത്തിൽ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിരുന്നു. ഇന്നത്തെ ആളുകളൊക്കെ പറയുന്നത് എനിക്ക് എന്നെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് വലുതൊക്കെ ആവണം. അങ്ങനെയുള്ളവർക്ക് ഒന്നും ആകാൻ കഴിയില്ല. മുന്നേറണമെങ്കിൽ ആദ്യം വേണ്ടത് താൻ ആരാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ സ്വത്വത്തെ തിരിച്ചറിയണം. ആ സ്വത്വത്തെ തിരിച്ചറിയുന്ന പ്രക്രിയയിൽ നേരത്തെ പറഞ്ഞതുപോലെ അരുതാത്തതിനെ, രാഷ്ട്രവിരോധമായതിനെ തൂത്തെറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയണം. ആ തൂത്തെറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ പരിശ്രമം സ്വാതന്ത്ര്യ സമര ആ കാലഘട്ടത്തിലുണ്ടായി. പക്ഷേ അതേ സമയത്ത് തന്നെ 21 ആരംഭിച്ച ഒരു വർഗീയ കലാപം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഞാൻ ഖിലാഫത്തിനെ കാണുന്നത്. ഖിലാഫത്ത് എന്ന മനസ്ഥിതി ചിലരുടെ മനസ്സിൽ കടന്നുകൂടി, ചിലരുടെ ഉള്ളിൽ കടന്നുകൂടി. അവർ ഈ ദേശീയതയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള പരിശ്രമം മതാതീതമായി നടത്താൻ ചിലരൊക്കെ ശ്രമിച്ചപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി അവരോരോരുത്തരും മതത്തിൻ്റെ പേരിലുള്ള വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇപ്പോൾ രാംപ്രസാദ് ബിസ്മിലിൻ്റെ വലങ്കയ്യായി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും വിപ്ലവകാരികളുടെ മഹാനായ ആചാര്യനായി മാറുകയും ചെയ്ത അഷ്ഫഖുള്ള ഖാനുണ്ട്. മുസൽമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു കവിതയുണ്ട്. ആ കവിതയിൽ പറയുന്നത് എന്താണ്? ഈ സമയത്ത് അത് പ്രസക്തമാണെന്നുള്ളത് കൊണ്ടും മാത്രമാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹം പറയുന്നു, മുസൽമാൻ ഹൂം പുനർജന്മ കി ബാത്ത് നഹീ കർ പാത്താ ഹൂം. ഞാൻ മുസൽമാനാണ്, പുനർജന്മത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ മത അനുയായി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയില്ല. ഹാ ഖുദാ അഗർ കഹി മിൽ ഗയാ തോ ഛോലി ഫൈലാ ദൂംഗാ. എൻ്റെ മുന്നിൽ പടച്ചവൻ വന്ന് നിന്നാൽ ആ പടച്ചവൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ ഈ തുണി നിവർത്തി കാണിക്കും, എൻ്റെ ഈ കോന്തല, എൻ്റെ ഈ സഞ്ചി തുറന്ന് കാണിക്കും.
ജന്നത്ത് കെ ബദലേ ദൂസരേ ജന്മ ഹി മാംഗൂങ്ക. ജന്നത്തിന് പകരം, സ്വർഗത്തിന് പകരം, സുബർക്കത്തിന് പകരം രണ്ടാമതൊരു ജന്മമാണ് എനിക്ക് വേണ്ടത് എന്ന് തന്നെ ഞാൻ പറയും. എന്തിന്? ഫിർ ആവൂങ്ക ഏ ഭാരത് മാതാ തുഛേ ആസാദ് കരാവൂങ്ക. വീണ്ടും വരൂ ഇവിടേക്ക്. എന്തിന്? ഭാരതമാതാവിൻ്റെ മോചനത്തിന് വേണ്ടി. ഹിന്ദുക്കളും മുസൽമാന്മാരും രണ്ട് മതസ്ഥരാണെങ്കിൽ കൂടി രാഷ്ട്രം നമുക്കൊന്നാണ്, നമ്മളെ പെറ്റ അമ്മയാണ് എന്നായിരുന്നു അദ്ദേഹം പാടിയിരുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് രാംപ്രസാദ് ബിസ്മിൽ അഷ്ഫഖുള്ള ഖാൻ്റെ തൂക്കുലിടലിന് കഴിഞ്ഞതിന് ശേഷം എഴുതുന്നൊരു മഹത്തായ ട്രിബ്യൂട്ടുണ്ട്, ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, യു ഡിസയർ ടു ഹാവ് മുസ്ലിംസ് ഇൻസ്പയർഡ് ബൈ ദ ട്രൂ സ്പിരിറ്റ് ഓഫ് നാഷണാലിറ്റി വുഡ് കം ഫോർവേഡ് ആൻഡ് വർക്ക് അലോങ് വിത്ത് ഹിന്ദുസ് ഫോർ ദ ഇമാൻസിപ്പേഷൻ ഓഫ് മദർ നേഷൻ. മാതൃരാഷ്ട്രത്തിൻ്റെ മോചനത്തിനായി ഹിന്ദുക്കളോടൊപ്പം ചേർന്ന് യഥാർത്ഥ ദേശീയ വികാരത്തോടുകൂടി നമ്മുടെ പാരമ്പര്യത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അതായിരുന്നു നിന്റെ മഹത്വം, അതുകൊണ്ട് നിന്നെ ഞാൻ തൊഴുകയാണ് എന്നാണ് രാംപ്രസാദ് ബിസ്മിൽ പറഞ്ഞത്. ഞാൻ ഈ ചരിത്രം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് ഈ ഒരു മഹത്തായ വിചാരവും വികാരവും മതാതീതമായി രാഷ്ട്രഭക്തിയുടെ വിചാരം ശക്തിപ്പെട്ടു വരികയായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. അതിൻ്റെ ഏറ്റവും ശക്തമായ പ്രതിഫലനമാണ് ബംഗാൾ വിഭജന വിരുദ്ധ പ്രക്ഷോഭത്തിൽ കണ്ടത്. അതിൻ്റെ ശക്തമായ പ്രതിഫലനമാണ് പ്രഫുല്ലചന്ദ്ര റേ ഭാരതത്തിൻ്റെ രസതന്ത്ര ചരിത്രം എഴുതുമ്പോൾ ഹിന്ദു കെമിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ട് നടത്തിയത്. അതിൻ്റെ മഹത്തായ പ്രതിഫലനമാണ് നമ്മുടെ രാജനൈതിക ശാസ്ത്രത്തെക്കുറിച്ച്, പൊളിറ്റിക്കൽ സയൻസിൻ്റെ മഹത്വത്തെക്കുറിച്ച് KP ജയ്സ്വാൾ എഴുതിയത് ഹിന്ദു പൊളിറ്റി എന്ന്. അതിനെക്കുറിച്ചാണ് ബന്ദോപാധ്യായ ഹിന്ദു മാത്തമാറ്റിക്സ് എഴുതിയത്. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, യഥാർത്ഥ രാഷ്ട്രഭക്തിയുടെ അടിസ്ഥാനത്തിൽ മതത്തിനപ്പുറത്തേക്ക് ഉയർന്ന് ഒരുമിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലാണ് ഖിലാഫത്തിൻ്റെ പേരിൽ, ഇവിടെയാണ് ഞാൻ ഖിലാഫത്തിൽ നിന്ന് അയോധ്യയിൽ എത്തി നിൽക്കുന്ന നമ്മുടെ ഈ വിജയത്തിൻ്റെ ചരിത്രം പറയാൻ ഉദ്ദേശിക്കുന്നവിടെയാണ്. ആ ഘട്ടത്തിൽ ഭാരതത്തെ തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ ഒരു വിഭാഗവും, നേരത്തെ സൂചിപ്പിച്ച രാമജന്മഭൂമിയിൽ 22-ാം തീയതി ഞങ്ങൾ പോവില്ല എന്ന് ഇന്ന് പ്രഖ്യാപിച്ച പാർട്ടിയുടെ നേതാക്കന്മാരും, ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ പോവില്ല എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഭരണകക്ഷിയും ഒക്കെ, അവരൊക്കെ ചേർന്ന ഖിലാഫത്ത് മനസ്സ് ഭാരതത്തിൽ വളർത്താൻ ശ്രമിച്ചു, ഒരു വിഭജനം കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടിയിരുന്ന ഭാരതത്തെ മതത്തിൻ്റെ പേരിൽ വെട്ടിമുറിച്ചു ഈ കൂട്ടർ. വിഭജനത്തിൽ കലാശിച്ചു ആ ഖിലാഫത്ത് മനസ്ഥിതി. വീണ്ടും ശ്രമിക്കുകയാണ് ഇപ്പോഴും. അതിനെ ഒറ്റക്കെട്ടായി നിന്ന്, ധർമ്മത്തിൻ്റെ പക്ഷത്തുറച്ചു നിന്ന്, ഒറ്റക്കെട്ടായി നിന്ന് എതിർത്ത് പരാജയപ്പെടുത്തേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഈ അഭിമാനത്തിൻ്റെ മുഹൂർത്തം, അതിസുന്ദരമായ മംഗളകരമായ അഭിമാനത്തിൻ്റെ ഈ മുഹൂർത്തത്തെ പരിപൂർണമായും മനസ്സിലാക്കിക്കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ ആ വസ്തുത, ഇതൊരു ബ്ലിസ്സാണ്, ഇതൊരു പരമാനന്ദമാണ്. ഈ കാലത്ത് ജീവിക്കാൻ ഭഗവാൻ അനുവദിച്ചു എന്ന പരമാനന്ദം, ഈ കാലഘട്ടത്തിൽ യൗവനത്തിൽ കഴിയുന്നതിൻ്റെ ആ സ്വർഗീയ ആനന്ദം, അതനുഭവിച്ച് നമുക്കെല്ലാവർക്കും ഈശ്വരനോട് സർവസ്രഷ്ടാവിൻ്റെ കാൽക്കൽ ഭക്തിപൂർവം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിറം പിടിപ്പിച്ച കൊടികൾ, പ്രത്യയശാസ്ത്രത്തിൻ്റെ കൊടികളെ വലിച്ചെറിഞ്ഞ് മാറ്റിവെച്ച് ആരാധനയുടെ രൂപങ്ങളെ തൽക്കാലം എൻ്റെ വ്യക്തിപരമായ ഒന്നാണ് എന്ന് മാത്രം കണ്ടുകൊണ്ട് ഈ രാഷ്ട്രത്തിന് വേണ്ടി, ഈ സംസ്കാരത്തിന് വേണ്ടി, ഈ പാരമ്പര്യത്തിന് വേണ്ടി, ചിരപുരാതനമായ നമ്മുടെ ധർമ്മത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. അതായിരിക്കട്ടെ ഈ ഹിന്ദു സമ്മേളനം നമുക്ക് തരുന്ന സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം.